ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ഒരുങ്ങുകയാണ് ജന്മനാട്. അർജുനെ വഹിച്ചുകൊണ്ടുള്ള വാഹനം കണ്ണൂരിലെത്തി. കണ്ണൂർ കോഴിക്കോട് അതിർത്തിയിൽ വെച്ച് മൃതദേഹം മന്ത്രി AK ശശീന്ദ്രൻ ഏറ്റുവാങ്ങുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ നമ്മൾ ഏറെ വേദനിപ്പിക്കുന്ന ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം DNA പരിശോധനാ ഫലം വന്നു. അത് അർജുനാണ് എന്ന് സ്ഥിരീകരിച്ചതോടുകൂടി ബന്ധുക്കൾക്ക് കൈമാറാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു. അവിടെ നിന്നും ജിതിനെയും കരഞ്ഞ് കണ്ണുമായി നിൽക്കുന്ന സ്വന്തം അനുജൻ അഭിജിത്തിനെയും കണ്ടതാണ്. അങ്ങനെ അവർ ഷിരൂരിൽ നിന്നും ആ മണ്ണിടിച്ചിലുണ്ടായ പാതയ്ക്കരികിലൂടെ തന്നെ അർജുൻ്റെ ലോറിയും ആ ആംബുലൻസും ഒരേ സമയം തന്നെ നിൽക്കുന്ന ആ ഒരു വേദനിപ്പിക്കുന്ന ദൃശ്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ദാ ഇപ്പോൾ കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ജന്മനാട്ടിലേക്ക് എത്തും. 8 മണിയോടുകൂടി കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് മൃതദേഹം എത്തും എന്നാണ് അറിയുന്നത്. പക്ഷേ സമയം അതിലും ഒരു പക്ഷേ കൂടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കാരണം വഴിയിലുടനീളം അർജുന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു, ലോറി ഡ്രൈവർമാർ. അങ്ങനെ ഓരോയിടത്തും അർജുനെ അവസാനമായി ഒരു നോക്ക് കാണുവാനെന്ന് പറയുമ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ വേണ്ടിയിട്ട് പലരും വഴിയരികിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സമയക്രമത്തിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അവസാന യാത്രയാണ് അർജുൻ്റേത്. ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ ആദ്യ ദിവസങ്ങളിൽ അർജുനെ കണ്ടെത്താനായില്ല എന്ന് നമ്മൾക്ക് മുന്നിലേക്ക് വിവരങ്ങൾ ലഭിച്ചപ്പോൾ നമുക്കൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു, ജീവനോടെ തിരികെ എത്തണമേ, എവിടെ നിന്നെങ്കിലും രക്ഷപ്പെട്ട് കരയ്ക്ക് കയറണമേ എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല അർജുൻ തിരികെ എത്തുന്നത്. 72ാം ദിവസമാണ്. ഷിരൂരിലെ 3ാം ദൗത്യത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട അർജുനെ നമുക്ക് തിരികെ ലഭിക്കുന്നത്. കുടുംബത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ആ ദൗത്യം അവസാനിപ്പിക്കരുത് എന്ന് ആ കുടുംബം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കേരള കർണാടക സർക്കാരുകളുടെ ഭാഗത്തു നിന്നുമുള്ള ആ നടപടികൾക്കൊടുവിൽ ഇപ്പോൾ അർജുനെ നമുക്ക് 72ാമത്തെ ദിവസം തിരികെ ലഭിച്ചിരിക്കുകയാണ്. തിരികെ ലഭിച്ചു എന്ന് പറയുമ്പോൾ നെഞ്ച് പിടഞ്ഞ് മാത്രമേ നമുക്ക് ആ കാഴ്ചകൾ കണ്ട് നിൽക്കാൻ സാധിക്കുകയുള്ളായിരുന്നു. കാരണം ആ മുഖമൊന്ന് കാണാൻ നമുക്ക് പറ്റിയിരുന്നില്ല. എങ്കിലും ആ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും, ഞങ്ങൾക്ക് വരും ദിവസങ്ങളിലൊന്ന് ആശ്വസിക്കാൻ വേണ്ടിയിട്ടെങ്കിലും, ആ ഓർമ്മകൾ എല്ലാ കാലവും നിലനിർത്താൻ വേണ്ടിയിട്ടെങ്കിലും ആ ദൗത്യത്തിലൂടെ അർജുനെ തിരികെ ലഭിക്കണം. എന്തെങ്കിലും ഒരു വിവരം ഞങ്ങൾക്ക് വേണം. അതുകൊണ്ട് ഈ ദൗത്യം അവസാനിപ്പിക്കരുത് എന്ന് ആ കുടുംബത്തോടൊപ്പം ഈ മലയാളികൾ ഒന്നാകെ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അങ്ങനെ ദൗത്യത്തിനൊടുവിൽ 72ാം ദിവസമാണ് നമ്മുടെ സ്വന്തം അർജുനെ കണ്ടെത്താനാകുന്നത്. ഫെലിക്സിലേക്ക് പോവുകയാണ്. ഫെലിക്സ്, അവസാന യാത്രയാണ് ജന്മനാട്ടിലേക്ക്. അർജുൻ്റെ സ്വന്തം വീട്ടിലേക്ക് എത്തുമ്പോഴുള്ള ആ കാഴ്ചകൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലൂടെ ഇപ്പോഴേ കടന്നു പോകുന്നുണ്ട്. അതൊന്നും ഓർക്കാൻ പോലും ഇപ്പോഴേ സാധിക്കുന്നില്ല. വഴിയരികിലൊക്കെ ഒരുപാട് പേർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ പലരും ലോറി ഡ്രൈവർമാരാണ്. അങ്ങനെ അർജുൻ യാത്രയാവുകയാണ്. യാത്ര എവിടം വരെയായി? പൂജ, അർജുൻ മടങ്ങി വരികയാണ് പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക്. പക്ഷേ ആരും ആഗ്രഹിക്കുന്നത് പോലെയോ പ്രതീക്ഷിക്കുന്നത് പോലെയോ ഒന്നും അല്ല എന്നുള്ളതാണ്. അർജുൻ സ്ഥിരമായി അർജുൻ്റെ ലോറി ഓടിച്ചുകൊണ്ട് പോവുകയും തിരികെ വരികയും ചെയ്ത അതേ പാതയിൽ അർജുൻ്റെ ചേതനയേറ്റ ശരീരം ഇപ്പോൾ കൊണ്ടുവരികയാണ്. ഇപ്പോൾ കണ്ണൂർ കഴിഞ്ഞു മാഹി തലശ്ശേരി ബൈപ്പാസിലൂടെയാണ് ഇപ്പോൾ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കടന്നു വരുന്നത്. ഇനിയിപ്പോൾ ഈ ബൈപ്പാസ് അവസാനിക്കുന്നിടത്ത് ഈ പറയുന്ന കണ്ണൂർ അതിർത്തി, ജില്ലാ അതിർത്തി അവസാനിക്കും. അവിടെ കോഴിക്കോട് അതിർത്തിയായ അഴിയൂരിൽ മന്ത്രി AK ശശീന്ദ്രൻ്റെ നേതൃത്വത്തിൽ മൃതദേഹം ഈ വാഹന ഡ്രൈവർമാരുടെയൊക്കെ നേതൃത്വത്തിൽ വിലാപയാത്ര നടക്കും. അങ്ങനെയാണ് ഏതാണ്ട് 8 മണിക്ക് ശേഷം മൃതദേഹം 8 മണിയോടുകൂടി കണ്ണാടിക്കലെ വീട്ടിലെത്തിക്കും എന്നതാണ് ഇപ്പോഴത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വികാരനിർഭരം തന്നെയാണ് കാഴ്ചകൾ. വഴിയോരത്തൊക്കെ നിരവധി പേരാണ് അർജുന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി വാഹനത്തിന് അരികിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഈ പറയുന്ന ഉടുപ്പിയിലടക്കം, അതായത് കർണാടകത്തിലെ വിവിധ പ്രദേശങ്ങളിലടക്കം അർജുന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ നിരവധി പേർ എത്തിയിരുന്നു. അതിനുശേഷം കേരളത്തിലേക്ക് കടന്നപ്പോൾ അതിർത്തി പ്രദേശമായ കാസർഗോഡ് തലപ്പാടിയിൽ വെച്ചും ആദരാഞ്ജലികൾ അർപ്പിക്കാനായി നിരവധി പേരെത്തി. പിന്നീട് കാസർഗോഡ് വെച്ച് ജില്ലാ കളക്ടറാണ് ഔദ്യോഗികമായി അർജുൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങിയത്. അതിനുശേഷം ഇങ്ങോട്ട് വരുന്ന വഴിയിൽ കണ്ണൂർ നഗരത്തിലടക്കം നിരവധി പേർ അർജുനെ ഒരു നോക്ക് കാണാനായി കാത്തിരുന്നു, ആദരാഞ്ജലികൾ അർപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ തലശ്ശേരിയിലേക്ക് എത്തുന്നു. തലശ്ശേരി കഴിഞ്ഞാൽ പിന്നെ മാഹി കഴിഞ്ഞാൽ അഴിയൂരാണ് കാസർഗോഡും കണ്ണൂരിൻ്റെ അതിർത്തി പ്രദേശം. അവിടെ വെച്ചായിരിക്കും മന്ത്രി AK ശശീന്ദ്രൻ അർജുൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങുക. ആംബുലൻസിൽ അർജുൻ്റെ മൃതദേഹത്തോടൊപ്പം അതേ ആംബുലൻസിൽ
നമുക്കറിയാം അർജുന് വേണ്ടി തിരച്ചിൽ നടത്തിയ അല്ലെങ്കിൽ അതിനുവേണ്ടി ഏറ്റവും വലിയ സാഹസികതയിൽ നിറഞ്ഞ രക്ഷാപ്രവർത്തനം നടത്തിയ ഈശ്വർ മാൽപേ ആംബുലൻസിലുണ്ട്. ഒപ്പം തന്നെ സതീഷ് കൃഷ്ണ സെയിൽ MLA കർവാർ MLA അവിടെയുണ്ട്. ഒപ്പം മറ്റ് അർജുൻ്റെ ബന്ധുക്കൾ ജിതിനുണ്ട്, അർജുൻ്റെ സഹോദരൻ അഭിജിത്തുണ്ട്. അങ്ങനെ അർജുൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരടക്കം ഈ ആംബുലൻസിനെ അനുഗമിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും 8 മണിയോടുകൂടി മൃതദേഹം കണ്ണാടിക്കലെ വീട്ടിലെത്തും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിലാപയാത്രയുണ്ട്. ഈ പറയുന്ന അഴിയൂരിൽ നിന്നടക്കം നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി വിലാപയാത്ര ഉണ്ടാകും. അതിനുശേഷം വീട്ടിലെത്തുന്ന സമയത്തും ആ പ്രദേശത്ത് വെച്ചും ഇത്തരത്തിൽ വിലാപയാത്ര ഉണ്ടാകും. അങ്ങനെ 8 മണിയോടുകൂടി വീട്ടിലെത്തിക്കും. പിന്നീട് പൊതുദർശനം നടത്തും. 11 മണിയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ നടക്കുക. ഏതായാലും വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു യാത്ര തന്നെയാണിത്. ഈ തുടക്കത്തിൽ ജൂലൈ 16-നാണ് ഈ അപകടം സംഭവിക്കുന്നത്. അതിനുശേഷം വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ സമയത്ത് തിരച്ചിൽ നടത്തുമ്പോഴും അർജുനെ ജീവനോടെ തിരിച്ചെത്തിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ 72-ാം ദിവസമാണ് അർജുനെ തിരികെ കിട്ടുന്നതും അതും അർജുൻ്റെ ചേതനയേറ്റ ശരീരം. ആ ഒരു വലിയ സങ്കടമുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു 72 ദിവസക്കാലം നമ്മൾ വലിയ പ്രാർത്ഥനയോടെ മനസ്സുരുകിയുള്ള പ്രാർത്ഥന അത് അർജുൻ്റെ പ്രിയപ്പെട്ടവർക്ക് മാത്രമല്ല മലയാളികൾ ഓരോരുത്തരും അർജുൻ എത്രയും വേഗം തിരികെ വരണം എന്ന് ആഗ്രഹിച്ചതാണ്, പ്രാർത്ഥിച്ചതാണ്. അതിന് എല്ലാ രീതിയിലുമുള്ള പ്രയത്നങ്ങളും എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ അർജുൻ്റെ ചേതനയേറ്റ ശരീരമാണ് നമുക്ക് ലഭിച്ചത്. ഏതായാലും മൃതദേഹം 8 മണിയോടുകൂടി വീട്ടിലെത്തിക്കാൻ കഴിയും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തലശ്ശേരി കഴിഞ്ഞ് മാഹിയിലേക്ക് എത്തുന്നു. മാഹി കഴിഞ്ഞാലായിരിക്കും അഴിയൂരിൽ വെച്ചായിരിക്കും മന്ത്രി AK ശശീന്ദ്രൻ മൃതദേഹം ഏറ്റുവാങ്ങിയത്.